ഡൽഹിയിൽ ഒരു പെൺഗുണ്ട 17കാരൻ കുനാലിനെ കുത്തിക്കൊന്നു. വലിയ വാർത്തയാണത്. ന്യൂ സലീംപൂരിലാണ് സംഭവം. അവിടെ ജെ ബ്ലോക്കിൽ വൈകിട്ട് 7:30 പാൽ വാങ്ങാൻ പോയതാണ് കുനാൽ എന്ന 17കാരൻ. പാൽ വാങ്ങി മടങ്ങി വരുമ്പോൾ 5 അംഗ സംഘം കുനാലിനെ ആക്രമിച്ചു. അവർ തെരുതെരെ കുത്തി അയാളെ കൊന്നു. 17 വയസ്സുള്ള സ്മാർട്ടായ ഒരു പയ്യനായിരുന്നു. അതിലേക്ക് നാട്ടുകാർ വലിയ പ്രക്ഷോഭണം നടത്തി. അവിടുത്തെ ലേഡി ഡോൺ എന്നറിയപ്പെടുന്ന പെൺഗുണ്ട സിക്രയാണ് ഈ കേസിലെ പ്രതി. സിക്രയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നാട്ടുകാരും ആ പ്രദേശവാസികളും എല്ലാം രംഗത്ത് വന്നിരിക്കുന്നു. ഏതായാലും വലിയ പ്രക്ഷോഭം ന്യൂ സലീംപൂരിലുണ്ടായി. പോലീസ് ഇപ്പം സിക്രയെ കസ്റ്റഡിയിലെടുത്തു. ലേഡി ഗുണ്ട അല്ലെ പെൺഗുണ്ട അല്ലെങ്കിൽ ലേഡി ഡോൺ എന്നൊക്കെ പറയപ്പെടുന്ന സിക്ര സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഒരു ലേഡിയാണ്. ഒരു സോഷ്യൽ മീഡിയയിൽ അവർ വെടിവെക്കുന്നതെല്ലാം കാണിച്ചു. അതോടുകൂടി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് 15 ദിവസമായുള്ളൂ. ഇവരൊരു ഗുണ്ട ആണെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഗുണ്ട തന്നെ. അതിൻ്റെ കാരണം സിക്രയുടെ ഭർത്താവ് ഇപ്പോൾ ജയിലിലാണ്. അതുപോലെ തന്നെ സിക്രയുടെ ജോലി എന്ന് പറയുന്ന അവിടെ കുപ്രസിദ്ധമായ ഒരു ഗുണ്ടയുണ്ട്. ആ ഗുണ്ടയുടെ ഭാര്യ ഒരു ഗുണ്ടയാണ്. ആ ഭാര്യയുടെ ബൗൺസർ 12 പേരുണ്ട്. ഭാര്യയുടെ സംരക്ഷണത്തിന് 12 പേരാണ് ബൗൺസറായിട്ട് സ്ത്രീകൾ പോകുന്നത്. അതിൽ ഏറ്റവും നല്ല ബൗൺസറാണ് സിക്ര. അതാണ് ഈ ലേഡി അല്ലെങ്കിൽ പെൺഗുണ്ട എന്ന് പറയപ്പെടുന്ന ലേഡി ഡോണിൻ്റെ പ്രാധാന്യം. സിക്ര സോഷ്യൽ മീഡിയയിൽ തോക്ക് വെച്ച് വെടിവെക്കുന്നതൊക്കെ കാണിച്ചിട്ട് അതിന് പോലീസ് അറസ്റ്റ് ചെയ്ത് അതിൽ റിമാൻഡിൽ പോയ വ്യക്തിയാണ്. അവിടെ ആഷിം ബാസവൻ എന്ന് പറഞ്ഞ ഒരു ഗുണ്ട, അയാളിപ്പം ജയിലിൽ കിടക്കുകയാണ്. അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. അയാളുടെ ഭാര്യയാണ് സോയ ഖാൻ. ആ സോയ ഖാനും വലിയ ഗുണ്ടയാണ്. വലിയ പ്രവർത്തികൾ ചെയ്യും. ആരെയും കൊല്ലും, ആരെയും വെട്ടും. അവർക്ക് അവരുടെ സംരക്ഷണത്തിന് 12 സ്ത്രീകളുണ്ട്. ആ 12 സ്ത്രീകളും അത് സിക്ര പോലെയുള്ള സ്ത്രീകളാണ്. നല്ല തയ്യാറുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല പൊക്കമുള്ള, എന്തും ചെയ്യാൻ മടിയില്ലാത്ത 12 സ്ത്രീകൾ. അത് നമുക്ക് സിനിമാ താരങ്ങളുടെയൊക്കെ നമുക്കറിയാം, പുറകിൽ ഒരു കറുത്ത ഷർട്ടോ അല്ലെ ബ്ലൂ ഷർട്ടോ ഇട്ട് ശരീരം പെരുക്കി നടക്കുന്ന ബൗൺസർ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ. അതുപോലെ ലേഡി ബൗൺസറാണ് 12 പേര്. ഒരേ വേഷത്തിൽ 12 പേര്. ഈ ആഷിം ബായിയുടെ ഭാര്യ സോയ ഖാൻ്റെ സംരക്ഷണത്തിൽ നടക്കുന്ന ഏറ്റവും പ്രമുഖയായ സ്ത്രീയാണ് സിക്ര. ആ സിക്രയാണ് ഇപ്പം ഈ പയ്യനെ കൊന്നത്, അല്ലെ 17കാരൻ കുനാലിനെ കൊന്നതെന്ന് പറയുന്നു. സിക്ര പറഞ്ഞു, കുനാലിനടുത്ത് പറഞ്ഞു, ലാല എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവനെ ഒരു കൊലപാതകത്തിൽ സാഹിൽ എന്ന് പറഞ്ഞ ഒരാളിനെ കൊന്നതിൽ ഇവന് പങ്കുണ്ട്. ലാല നിങ്ങളുടെ കൂടെയുള്ള ആളാണ്, അയാളെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ പറഞ്ഞു, എനിക്കറിയില്ല ലാലയെ, എനിക്ക് കാണിച്ചപ്പോൾ അവർ വിശ്വസിക്കുന്നത് കുനാലിന് ലാലയെ അറിയാം, അയാളുടെ കൂടെയുള്ളവരാണ്, അവരുടെ വർഗ്ഗക്കാരാണ്. ലാലയെ കണ്ടെത്താൻ ഇയാൾ സഹായിക്കണം എന്ന് ഡിമാൻഡ് വെച്ചു. അയാൾ പറഞ്ഞു, എനിക്കറിയില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശേഷമാണ് ഇവർ ഫെബ്രുവരി മാസത്തിൽ ഇയാളെ നടന്നു വരുമ്പം മിൽക്ക് വാങ്ങാൻ പോയ ആളെ അവർ 5 പേര് വൈകിട്ട് 7:30 ആ പയ്യനെ തെരുതെരെ കുത്തി അയാളെ താഴെ വീഴിച്ചു കൊന്നു കളഞ്ഞു. നല്ല പൊക്കവും സൈസുമുള്ള ഒരു 17കാരനാണ് ഈ കുനാൽ എന്ന് പറയുന്ന ആൾ. തൻ്റെ ഇടയാണ്, മിടുക്കനാണ്. പക്ഷേ അയാളെ കൊന്നു കളഞ്ഞു. അത് ഇപ്പോൾ ഇന്ത്യയിലെ ആണുങ്ങൾ മാത്രമല്ല ഈ രംഗത്ത് വരുന്നത്. കൊലപാതകത്തിലും അതുപോലെ ബൗൺസറായിട്ടും അതുപോലെ ലേഡി ഗുണ്ടകളായിട്ടും ഒക്കെ സ്ത്രീകളും രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ട് എന്ന്. അവർക്കൊക്കെ പലർക്കും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, ആരോഗ്യം നോക്കും, പൊക്കവും സൈസും തടിയും കണ്ടു കഴിഞ്ഞാൽ ഒരു ജോലിയായിട്ടാണ് അവർ ഈ ബൗൺസർമാരായി ജോലി ചെയ്യുന്നതിൻ്റെ കാരണം വരുമാനമുണ്ട്. ഗുണ്ടയുടെ ബൗൺസറാണ്, അല്ലെ ഗുണ്ടയുടെ ഭാര്യയുടെ ബൗൺസറാണ്. അപ്പോൾ ഇവർ നടക്കുമ്പോൾ അവർക്ക് അതിനുള്ള വരുമാനം, കുടുംബം പുലർത്താനുള്ള പണവും കിട്ടും. അത് ഗുണ്ടയോ അല്ലെ ഗുണ്ടയുടെ ഭാര്യയോ ഇവർക്ക് മാസശമ്പളം പോലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വരുമാന മാർഗമായതുകൊണ്ട് സ്ത്രീജനങ്ങളെല്ലാം പലരും ആരോഗ്യം അവർ ഈ അടിതട ഒക്കെ പഠിച്ച് കുറേ അഭ്യാസങ്ങളൊക്കെ പഠിച്ച്
ഇവരുടെ സംരക്ഷകയായി നടക്കുന്ന കാഴ്ചകൾ യു പിയിലും ബീഹാറിലൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു.